السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم. كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين. صدق الله. പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് തൂറിലെ 5-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. 18, 19, 20 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി അതിന്റെ ഖിറാഅത്ത് ഒന്ന് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആയത് നമ്പർ 18. فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم. فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم. كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين. ഇതിന്റെ തജ്വീദിൽ വരുന്ന നിയമങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ഇവിടെ ശ്രദ്ധിക്കാം. ബിമാ പ്ലസ് ആതാഹും കുറച്ച് നീട്ടണം. ബിമാ ആതാഹും. സുക്കൂനുള്ള മീമിന്റെ നിയമം ഇവിടെ വരുന്നുണ്ട്. സുക്കൂനുള്ള ഒരു മീമിന്റെ ശേഷം അതേമാതിരി ഒരു മീമ് വന്നാലേ കൂട്ടിച്ചേർത്ത് ഓതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ബാ, അഥവാ ഉദാഹരണം ആതാഹും മിൻ ആണെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആതാഹും ബി എന്നാണെങ്കിൽ കൂട്ടിച്ചേർക്കാം. വേറെ ഈ അറബിയിലെ 28 അക്ഷരങ്ങളിൽ 26 അക്ഷരം വന്നാലും കൂട്ടിച്ചേർക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഓതേണ്ടത് ആതാഹും റബ്ബുഹും. ഹും എന്നിട്ട് വാ ജോയിന്റ് ആകാൻ പാടില്ല. വഖാഹും പിന്നെ റാ ജോയിന്റ് ആകാൻ പാടില്ല. റബ്ബുഹും അദാബൽ. അപ്പൊ അവിടെ ഓതേണ്ടത് ഒരാളിങ്ങനെ ഓതി ബിമാ ആതാഹും റബ്ബുഹും വഖാഹും റബ്ബുഹും അദാബ്. അത് തെറ്റാണ് ഓത്ത്. അവിടെ സുക്കൂണിലെ മീമിന് ശേഷം മറ്റ് അതേമാതിരി ഒരു മീമോ ഒരു ബാओ വന്നാൽ മാത്രമേ കൂട്ടിച്ചേർത്ത് ഓതാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഓതേണ്ടത് അതല്ല, സുക്കൂനുള്ള മീമിനെ ശരിക്കും ഉച്ചരിച്ചുകൊണ്ട് ഓതണം. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ആയത് നമ്പർ 19. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. ഹനി എന്നുള്ളിടത്ത് ഒരു വേർഡിൽ തന്നെ ദീർഘാക്ഷരവും ശേഷം അംസയും വന്നു. ഹനി എന്നുള്ള ദീർഘാക്ഷരം ശേഷം അംസ വന്നു. അപ്പൊ അവിടെ 6 ലെറ്ററിന് അത്ര നീട്ടണം. പിന്നെ ബിമാ കുന്തും, കുന്നുള്ള നൂന് തായിലേക്ക് താൻ്റെ ഉള്ളിൽ മറച്ചു വെച്ച് മണിക്കണം. കുന്തും, അത് രണ്ടും അവിടെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഓതേണ്ടത് കുലൂ വശ്റബൂ ഹനീഅം
അം ബിമാ കുന്തും തഅമലൂൻ. അവിടെ ഒരു നിയമം ഞാൻ പറയാൻ വിട്ടുപോയി. ശനി അൻ എന്നുള്ള തൻവീന് ശേഷം ബാ വന്നതുകൊണ്ട് ആ നൂനിനെ മീമാക്കി മാറ്റിമറിക്കണം. ഈ ഖിലാബ് എന്നാ പറയാ. ഹനീ അം ബിമാ കുന്തും തഅമലൂൻ. അത്രയും ശ്രദ്ധിക്കണം. ഹനീ അൻ ശ്രദ്ധിക്കണം. അൻ പ്ലസ് ബി ഇഖ്ലാബ് ശ്രദ്ധിക്കണം. കുൻ പ്ലസ് ത ഇഖ്ഫാ ശ്രദ്ധിക്കണം. ഒന്നുകൂടി വരാം. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുന്തും തഅമലൂൻ. ആയത്ത് നമ്പർ 20. മുത്തകിഈന അലാ സുറുറിൻ മസ്ഫൂഫ. സുറുറിൻ എന്നുള്ള തൻവീന് ശേഷം മീമ് വന്നു. അവിടെ ഇദ്ഗാം ബി ഗുന്നയാണ്. ചേർത്ത് ഓതിട്ട് മണിക്കണം. സുറുറിൻ മസ്ഫൂഫ. അവിടെ നിർത്താം. വഖഫിന്റെ അടയാളുണ്ട്. വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ. ഹൂരിൻ ഈൻ. ഹൂരിൻ എന്നുള്ള തൻവീന് ശേഷം ഐന് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നൂനെ വെളിവായി ഉച്ചരിക്കണം. ഇൽഹാറാണ്. ഇനി ഇതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. വാക്കർത്ഥങ്ങൾ. ആയത്ത് നമ്പർ 18. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ആ അർത്ഥത്തിന്റെ ആ ചാർട്ട് ഒന്ന് പ്രദർശിപ്പിക്കുക. ആയത്ത് നമ്പർ 18. ഫാകിഹീന ബിമാ ആതാഹും. ഫാകിഹീൻ എന്നുള്ള പദം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് ഫക്കിഹ. ഫക്കിഹ യഫ്കഹു എന്ന് പറഞ്ഞാൽ ആനന്ദം കൊണ്ടു സുഖം അനുഭവിച്ചു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഫക്കിഹ. സാധാരണ കാഫ്, ഇംഗ്ലീഷിലെ കെ. ഫക്കിഹ യഫ്കഹു. ഇനി അത് ക്യൂ ആക്കിയാൽ, ഇംഗ്ലീഷിലെ ക്യൂ ആക്കിയാൽ, അഥവാ തൊണ്ടന്റെ മേൽഭാഗത്ത് നിന്ന് വരുന്ന ഖാഫ് ആക്കിയാൽ ഫക്കിഹ യഫ്കഹു. ഫിഖ്ഹ് എന്നാണ് അതിന്റെ ക്രിയാനാമം. അറിവുള്ളവനാവുക. ഇപ്പൊ ഫിഖ്ഹ് കർമ്മശാസ്ത്രം നമ്മൾ പറയുന്നത് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാര് പിന്നെ പറയുന്ന അഭിപ്രായങ്ങളാണ്. അതാണ് ഫിഖ്ഹ്. ഫഖിഹ എന്നാണ്. ഖാഫും കേഫും ഉച്ചരിക്കുമ്പം സെപ്പറേഷൻ ഇല്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. ഒന്ന് അറിവുള്ളവനാവും, ഒന്ന് ആനന്ദം കൊള്ളുന്നവനാവും. അപ്പൊ അതുകൊണ്ട് അക്ഷരങ്ങൾ ശരിക്കും അതിന്റെ സ്ഥലത്ത് നിന്ന് പ്രൊനൗൺസ് ചെയ്യണം. ഖാഫ് തൊണ്ടയുടെ മേൽഭാഗമാണ്. ഫഖിഹ യഫ്കഹു അല്ലേ? പിന്നെ ഫക്കിഹ യഫ്കഹു ആനന്ദം കൊണ്ടു, മറ്റത് അറിവുള്ളവനായി. ഇതൊക്കെ വെർബാണ്. ഇനി ഇതിന്റെ നൗൺ ഫോം ഉണ്ട്. നൗൺ ഇതൊന്നും വന്നതല്ല. ഇതേമാതിരി നമുക്ക് സംശയം ഉണ്ടാവുന്നത് കൊണ്ട് ഞാനത് കൊടുത്തതാണ്. ഫാക്കിഹത്തുൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അതിന്റെ പ്ലൂറലാണ് ഫവാക്കിഹുൻ, ഫ്രൂട്ട്സ്. ഇതൊക്കെ ഒരേമാതിരി തോന്നുമെങ്കിലും ഫക്കിഹ എന്നുള്ളത് വെർബായി വരുമ്പോൾ ആനന്ദം കൊണ്ടുവന്നും, ഫാക്കിഹത്തുൻ എന്ന് പറയുമ്പോൾ എന്താണ്? പഴങ്ങളെന്നാണ്. ഫാക്കിഹാനി എന്ന് പറഞ്ഞാൽ പഴം വിൽക്കുന്ന ആള് എന്നാണ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നുമല്ല ഇവിടെ ഉപയോഗിച്ചത്. ആദ്യം പറഞ്ഞ ഫക്കിഹ എന്ന ക്രിയന്റെ ഫായിലാണ് ഫാക്കിഹുൻ. ഫാക്കിഹുൻ ക്രിയന്റെ ഫായിൽ എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്തവനാണല്ലോ. നസറ സഹായിച്ചു, നാസിറുൻ സഹായിക്കുന്നവൻ, ലറബ അടിച്ചു, ലാരിബുൻ അടിക്കുന്നവൻ, നമുക്കറിയാവുന്നതാണ്. ഫക്കിഹ എന്ന് പറഞ്ഞാൽ ആനന്ദം കൊണ്ടു. ഫാക്കിഹു എന്ന് പറഞ്ഞാൽ ആനന്ദം കൊള്ളുന്നവൻ. അത് സിംഗുലർ ഫോം ആണ്. ഖുറാനിൽ ഉപയോഗിച്ചത് പ്ലൂറൽ ഫോം ആണ്. ഫാക്കിഹൂന, ഫാക്കിഹീന, ഫാക്കിഹൂന കേട്ടോ. ഖുറാനില് ഫാക്കിഹൂൻ എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ആനന്ദം കൊള്ളുന്നവർ എന്നാണ് രണ്ടിന്റെ അർത്ഥം. ബഹുവചനാണ്. അത് യാസീനിലെ 36-ാം അധ്യായം യാസീനിലെ 55-ാം വചനാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. സ്വർഗവാസികൾ അന്ന് സ്വർഗത്തിൽ വെച്ച് വിവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഫാക്കിഹൂൻ ആനന്ദം കൊള്ളുന്നവരാണ്. ഫാക്കിഹീൻ രണ്ട് സ്ഥലത്താണ് ഉപയോഗിച്ചത്. ഒന്ന് ഇവിടെ, മറ്റൊന്ന് ഉപയോഗിച്ചിട്ടുള്ള സൂറത്ത് ദുഖാനിലെ 27-ാം വചനം. വനഅമതിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ. ഫിറഔനും കൂട്ടരും ഒരു വലിയ അനുഗ്രഹങ്ങളിൽ, അവരെ കുറിച്ച് പറഞ്ഞാണത്. വനഅമത്തിൻ അനുഗ്രഹങ്ങൾ, കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവർ അതിലിങ്ങനെ ആനന്ദം കൊള്ളുകയായിരുന്നു, രസം കൊള്ളുകയായിരുന്നു. ഖുർആനിൽ 3 സ്ഥലത്താണ് ഫാക്കിഹീൻ എന്ന്, 2 സ്ഥലത്തും ഫാക്കിഹൂൻ ഒരു സ്ഥലത്തും ഉപയോഗിച്ചു. പിന്നെ അപ്പോ സ്വർഗവാസികൾ ഫാക്കിഹീന ആനന്ദം കൊള്ളുന്നവരാണ്. ബി മാ ആത്താഹു. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മാ ഒന്ന്,
ആത്താന്ന് പറഞ്ഞാലും ആഴ്ത്താന്ന് പറഞ്ഞാലും നൽകിയ എന്നാണ്. ഹും അവർക്ക് നൽകിയ ഒന്നുകൊണ്ട് അവർ ആനന്ദം കൊള്ളുകയാണ്. ആരാണ് നൽകിയത്? റബ്ബ്, രക്ഷിതാവ്. ഹും അവരുടെ രക്ഷിതാവ്, അവരുടെ രക്ഷിതാവായ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നുള്ളത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അനുഗ്രഹങ്ങളിൽ അവർ എന്താണ്? ആനന്ദം കൊള്ളുന്നവരാണ്. നൽകിയതിൽ ആനന്ദം കൊള്ളുന്നവരാണ്. അതൊരു സന്തോഷം കൊണ്ട് സ്വർഗത്തിൽ ആനന്ദത്തോടെ കഴിയുകയാണ് അവർ. പിന്നെ അവർക്ക് അള്ളാഹു കൊടുത്ത മറ്റൊരു അനുഗ്രഹം വഖാഹും, വ എന്ന് പറഞ്ഞാൽ ആൻസർ. വഖ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിച്ചു. വിഖായത്ത് എന്നാണ്. വിഖായത്ത് ഇതിന്റെ ക്രിയാനാമം ഞാൻ കൊടുത്തിട്ടില്ല. വഖ അതിന്റെ പാസ്റ്റ് ആണ്. യഖീ അതിന്റെ പ്രസന്റൻസ് ആണ്. അതൊന്നും കൊടുത്തിട്ടില്ല, വിട്ടുപോയതാണ്. വിഖായത്ത് എന്ന പ്രൊട്ടക്ഷൻ എന്നാണ്. അപ്പൊ രോഗത്തിൽ നിന്നൊക്കെ പ്രതിരോധം നേടുന്നതിന് അറബിയിൽ വിഖായത്ത് എന്ന് ഉപയോഗിക്കുക. അത് ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വിഖായത്ത്. ഇവിടെ വഖാ പ്ലസ് ഹും. വഖാ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു, കാത്ത് സംരക്ഷിച്ചു. ഹും അവരെ അള്ളാഹു കാത്ത് സംരക്ഷിച്ചു. ആരാണ് കാത്ത് സംരക്ഷിച്ചത്? റബ്ബുഹും, റബ്ബ് രക്ഷിതാവ്. ഹും അവരുടെ രക്ഷിതാവ് അവരെ കാത്ത് സംരക്ഷിച്ചു. എന്തിൽ നിന്നാ കാത്തത്? അദാബൽ ജഹീം, അദാബ് ശിക്ഷ, ജഹീം നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്നും അള്ളാഹ് അവരെ കാത്ത് സംരക്ഷിച്ചു എന്നാണ്. അപ്പൊ വഖ എന്നുള്ളത് ഖുറാനിൽ 3 സ്ഥലത്താണ് ഉപയോഗിച്ചത്. ഒന്ന് ഇവിടെ സൂറത്ത് ദുഖാൻ 56 വഖാഹും അദാബൽ ജഹീം, ഇതേ അർത്ഥം തന്നെ, നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹ് അവരെ സംരക്ഷിച്ചു. മറ്റൊന്ന് സൂറത്ത് ഇൻസാൻ ദഹർ, നമ്മൾ വെള്ളിയാഴ്ച സുബൈക്ക് 2ാമത്തെ റക്അത്തിൽ ഓതുന്ന ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നളറതൻ വസുറൂറ, അന്നത്തെ ദിവസത്തിന്റെ ഷെറിൽ നിന്നും അള്ളാഹ് അവരെ സംരക്ഷിച്ചു. അപ്പോൾ ഖുറാനിൽ വന്ന സ്ഥലങ്ങളാണ് ഈ പദം വഖ. അവിടൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയണം. അതാണ് ഈ ഖുറാന്റെ ഈ പദങ്ങൾ പഠിച്ചു പോയാലുള്ള ഗുണം. അപ്പൊ വഖാഹും അള്ളാഹു സംരക്ഷിച്ചു, വഖാഹും അവരെ സംരക്ഷിച്ചു. ആ ക്രിയന്റെ കർത്താവ് റബ്ബുഹും, രക്ഷിതാവ്. അദാബൽ ജഹീം, അദാബ് ശിക്ഷ, ജഹീം നരകാഗ്നി. ജഹീം എന്ന പദം ഖുറാനിൽ 26 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 26 സ്ഥലങ്ങളിൽ നരകത്തിന്റെ അഗ്നി എന്നുള്ള പ്രയോഗം. അപ്പൊ അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. നരകാഗ്നിയിൽ നിന്നും അവരെ സംരക്ഷിച്ചു. പിന്നെയോ അവർക്ക് ഒരുപാട് സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി. അതിലൊക്കെ അവർ സംതൃപ്തരാണ്. ഒന്നിനു പറയാം ഫാക്കിഹീന, അവർ ആനന്ദം കൊള്ളുന്നവരാണ്. ബിമാ ആതാഹും, അവർക്ക് അള്ളാഹു നൽകിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നൽകിയതിൽ എന്നാണ് അവിടെ പരിഭാഷപ്പെടുത്തുമ്പോൾ. ആരാണ് നൽകിയത്? റബ്ബുഹും, അവരുടെ രക്ഷിതാവ്. ഒന്നിച്ചർത്ഥം പറയുമ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകിയതിൽ അവർ ആനന്ദം കൊള്ളുന്നവരാണ്. വഖാഹും റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവരെ സംരക്ഷിച്ചു. അദാബൽ ജഹീം, ജ്വലിക്കുന്ന നരക ശിക്ഷയിൽ നിന്ന് സംരക്ഷിച്ചു. എന്നിട്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ അള്ളാഹു വിവരിക്കുകയാണ്. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുന്തും തഅമലൂൻ. കുലു, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അതിന്റെ വെർബ് അക്കല യഅ്കുലു. അക്കല യഅ്കുലു, അക്കല തിന്നു, യഅ്കുലു തിന്നുന്നു. കുൽ അതിന്റെ അമ്രാണ്. യഅ്കുലുന്റെ അമ്രാണ് എന്ത്? കുൽ, നിങ്ങൾ തിന്നുക. അതിന്റെ ബഹുവചനാണ് കുലു, നിങ്ങൾ തിന്നുകൊള്ളുവിൻ. സ്വർഗവാസികളോട് മലക്കുകൾ പറയാം. വശ്റബു, ശരിബ കുടിച്ചു. യശ്റബ് കുടിക്കുന്നു. ഷറാബാണ് പാനീയത്തിന് പറയാട്ടോ. ഷറാബ് പാനീയം. മദ്യത്തിന് അത് ഉപയോഗിക്കും. ഷറാബ് പിയ ഉറുദുലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അതിന്റെ ഓർഡർ ഫോം ആണ് ഇഷ്റബ്, നീ കുടിക്കുക. ഇഷ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുകയും. ഹനി എന്നുള്ള ഒരു നൗൺ ഫോം ആണ്. അതിന്റെ അർത്ഥം വളരെ ആനന്ദത്തോടു കൂടി, വളരെ മംഗളമായി. ഹനി അൻ മരി എന്നുള്ള പ്രയോഗം ഖുറാനിലുണ്ട്. ഖുറാനിൽ 4 സ്ഥലത്ത് ഹനി അൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ തന്നെയാണ്. മറ്റ് ഇതേ ആയത്ത് തന്നെ കുലു വശ്റബു ഹനീഅൻ ബിമാ കുന്തും തഅമലൂൻ, ഖുർആനിൽ ഇതേ ആയത്തോരിൽ ഒരു അക്ഷരം വിടാതെ ഇതേമാതിരി മുർസലാത്ത് 43-ലും ആവർത്തിച്ചിട്ടുണ്ട്. കുലു വശ്റബു ഹനീഅൻ ബിമാ കുന്തും തഅമലൂൻ. കുലു, നിങ്ങൾ തിന്നോളി. വശ്റബു, നിങ്ങൾ കുടിച്ചുകൊള്ളുവിൻ. ഹനീഅൻ, നിങ്ങൾ മംഗളമായി, ആനന്ദത്തോടെ, അല്ലെ, മംഗളമായി, ആമോദത്തോടെ, ആനന്ദത്തോടെ. എന്തേ കാരണം? ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം. സൂറത്ത് ഹാഖയിൽ കാണാം കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ.
മുമ്പ് ഭൗതിക ലോകത്തിലെ ദിനങ്ങളിൽ നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ ഇവിടെ വെച്ച് സുഖം അനുഭവിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക എന്ന് അവിടെ പറയുന്നുണ്ട്. നിസാ 4-ലും ഈ പദം വന്നിട്ടുണ്ട്. അങ്ങനെ ഖുർആനിൽ 4 സ്ഥലത്താണ് ഹനി എന്നുള്ള പദം ഉപയോഗിച്ചത്. അപ്പം നിങ്ങൾ കുലു വഷ്റബു, നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, ഹനി അൻ മംഗളമായി, ആനന്ദത്തോടെ, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം നിങ്ങൾക്ക് ആനന്ദത്തോടെ, ആമോദത്തോടെ ആനന്ദിക്കാൻ, കുടിക്കാൻ, തിന്നാം. ആയത് നമ്പർ 20, മുത്തകിഈന ഫീഹാ മുത്തകിഈന അലാ സുറുറിൻ മസ്ഫൂഫ. മുത്തകിഉൻ കാണാം, മുത്തകിഉൻ ചാരി ഇരിക്കുന്നവൻ. ഇപ്പൊ നമ്മളൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ചു പോകുന്ന ആൾക്ക് ഇത്തക്ക, ഒരു വെർബെന്ന് വന്ന നൗണാണത്. ഇത്തക്ക എന്ന് പറഞ്ഞാൽ അവലംബിച്ചു, ഡിപ്പെൻഡ് എന്നാണ്. മുത്തക്കിയൂൻ അവലംബിച്ചു. അതിന്റെ ഇസ്മുൽ ഫായിലാണ് മുത്തക്കിയൂൻ, അവലംബിക്കുന്നവൻ. നമ്മളൊരു സ്ഥലത്ത് തൂണിനെ ചാരി ഇരിക്കുമ്പോൾ തൂണിനെ അവലംബിക്കുക. അതിന്റെ പ്ലൂറൽ മുത്തക്കി ഊന എന്നും മുത്തക്കി ഈന എന്നും 2 രൂപത്തിൽ വരാം. മുത്തക്കി ഊന എന്നും മുത്തക്കി ഈന. മുത്തക്കി ഊന എന്നുള്ള ബഹുവചനം ഖുർആനിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സൂറത്ത് യാസീനിലെ 36-ാം അധ്യായം, സൂറത്ത് യാസീനിലെ 56-ാം വചനം. ഹും വഅസ്വാജുഹും അലൽ അറായികി മുത്തക്കിഊൻ. അവരും അവരുടെ ഇണകളും സോഫകളിൽ അവര് ചാരിയിരുന്നു കൊണ്ട് സുഖം അനുഭവിക്കുകയാണ് എന്നാണ്. മുത്തക്കി ഈന എന്ന് 6 സ്ഥലത്ത് വന്നിട്ടുണ്ട്. 6 സ്ഥലത്ത് മുത്തക്കി ഈന എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ മുത്തക്കി ഊന ഒരു സ്ഥലത്തേ വന്നുള്ളൂ, അത് യാസില്ല. അവർ ചാരിയിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? അലാ സുറുർ. സരീർ എന്ന് പറഞ്ഞാൽ കട്ടിലാണ്. അതിന്റെ പ്ലൂറലാണ് സുറുർ. സരീർ ഖുറാനിൽ ഉപയോഗിച്ചിട്ടില്ല, സിംഗുലർ. ഇതിന്റെ പ്ലൂറൽ ഖുറാനിൽ ഉപയോഗിച്ചത് അതും 6 സ്ഥലത്താണ് ഉപയോഗിച്ചത് കേട്ടോ. കട്ടിലുകളിൽ അവര് ചാരിയിരിക്കുകയാണ്. എങ്ങനെയുള്ള കട്ടിലുകളാണ്? മസ്ഫൂഫത്തുൻ. മസ്ഫൂഫത്തുൻ ഇതൊരു വെർബ് എന്ന് വന്നതാണ്. സഫ. സഫ എന്ന് പറഞ്ഞാൽ അണി അണിയായി നിന്നു. യസുഫു അണി അണിയായി നിൽക്കുന്നു. സഫ് എന്ന് പറഞ്ഞാൽ റോ, നിര, അണി എന്നാണ്. ഇസ്തവു സുഫൂഫക്കും, സഫിന്റെ പ്ലൂറലാണ് സുഫൂഫ്. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇമാം പറയും, ഇസ്തവു നിങ്ങൾ ശരിയാക്കണം, സുഫൂഫക്കും നിങ്ങളുടെ സഫുകൾ, അണികൾ ശരിയാക്കണം. ഇവിടെ അതൊന്നുമല്ല ഉപയോഗിച്ചത്, അതിന്റെ മഫ്ഊലാണ്. സഫന്റെ മഫ്ഊലാണ് മസ്ഫൂഫ്. സഫ എന്ന് പറയുമ്പോൾ സഫഫയാണ്. 2 ഉണ്ട്. അപ്പൊ അതിന്റെ മഫ്ഊല് വരുമ്പോ മസ്ഫൂഫുൻ. അർത്ഥം എന്താ? അണിയണിയായി അല്ലെങ്കിൽ വരി വരിയായി വെക്കപ്പെട്ട കട്ടിലുകളാണ്. ആ കട്ടിലുകള് വളരെ ക്രമീകൃതമായി, അതേമാതിരി ക്രോഡീകരിച്ചുകൊണ്ട്, അലങ്കരിച്ചുകൊണ്ട് വെക്കപ്പെട്ടതാണ് എന്നാണ്. ഇങ്ങനെ ഡിസോർഡറിൽ വെച്ചതല്ല, വളരെ കൃത്യമായി വെച്ചതാണ്. മസ്ഫൂഫ് എന്നാണ്. അപ്പം അലാ സുറുറിൻ മസ്ഫൂഫ, അങ്ങനെയുള്ള കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുകയാണ്. പിന്നെയോ താഴോട്ട് പോട്ടെ. വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. സവ്വജ കേട്ടോ, താഴെ കാണാം. സവ്വജ. സവ്വജ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുത്തു എന്നാ. താബിത്തോൻ താഴോട്ടുള്ള വേർഡ്സ് വരട്ടെ. സവ്വജ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുത്തു, ഇണയാക്കി കൊടുത്തു എന്നാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ, വിവാഹം കഴിക്കുമ്പോൾ ഖതീബ് പറഞ്ഞു കൊടുക്കും, സവ്വജുതുക, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തന്നു. അൻകഹ്തുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു. എന്റെ ഒരു പര്യായപദം തന്നെയാണ്. അപ്പൊ അള്ളാഹു സവ്വജ്ന, നാം വിവാഹം ചെയ്തു കൊടുത്തു. ഹും അവർക്ക്, ആർക്ക്? സ്വർഗവാസികൾക്ക് നാം വിവാഹം ചെയ്തു കൊടുത്തു. അള്ളാഹുവാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ആരെയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്? ഹൂറിൻ ഐൻ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പദമാണ്. പലപ്പോഴും അത് ഇവിടെ മിസ്യൂസ് ചെയ്യാറും ഒക്കെ ഉള്ള ഒരു പദമാണ്. അതൊരു പ്ലൂറൽ പദമാണ്. അതൊരു സിംഗുലർ ഹൗറാ എന്നാണ്. വെളുത്ത സുന്ദരികൾക്കാണ്, വെളുത്ത തരുണികൾക്കാണ് ഹൂർ പറയാ. അതിന്റെ ബഹുവചന ഹൂറുൻ എന്ന് പറഞ്ഞാൽ വെളുത്ത തരുണികൾ, സുന്ദരികൾ എന്നാണ്. പിന്നെ ഐൻ എന്നുള്ളത് അതൊരു പ്ലൂറലാണ്. അതിന്റെ ബഹുവചന ഐന എന്നാണ്. വിശാല നേത്രമുള്ളവൾ,
വിടർന്ന കണ്ണുകൾ ഉള്ളവർ, സ്ത്രീ സൗന്ദര്യത്തിന്റെ എല്ലാം ഒത്തിണങ്ങിയവരാണ് ഈ സ്വർഗീയ സ്ത്രീകൾ. അപ്പൊ ഐൻ എന്ന് പറഞ്ഞാൽ വിശാല നേത്രമുള്ളവരാണ് എന്നാണ്. അതിന് തഫ്സീറിൽ അർത്ഥം പറഞ്ഞത് കണ്ണിന്റെ കറുപ്പ് നല്ല കറുപ്പുള്ളതും വെളുപ്പ് നല്ല വെളുപ്പുള്ളതും ഒക്കെ ഉള്ള സ്ത്രീകൾ എന്നാണ്. അപ്പൊ ഹൂറുൻ ഐൻ എന്ന് പറയുമ്പോൾ ഹൂർ ഒരു പദവും ഈന് വേറൊരു പദം. നമ്മൾ ഹൂർലീങ്ങൾ 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 നമ്മൾ പറയും. ഹൂർലീങ്ങളല്ല, ഹൂറുൻ ഐനാണ്. ഹൂറുൻ ഐനാണ്. ഐൻ എന്ന് വന്നാണ് ഈൻ. ഹൂർ എന്ന് പറഞ്ഞാൽ വെളുത്ത സുന്ദരികള്, ഈന് എന്ന് പറഞ്ഞാൽ വിശാല നേത്രമുള്ളവർ എന്നാണ്. ഓക്കെ, ഇതിന്റെ ആശയത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. മുത്തഖീന അലാ സുറുറിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. ഈ സൂറത്തിലെ 11 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ സത്യനിഷേധികളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം സ്വർഗവാസികളെ കുറിച്ച് വിവരിക്കുകയാണ് 17 മുതൽ 28 വരെയുള്ള ആയത്തുകൾ. 17ാമത്തെ ആയത്തിൽ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇന്നൽ മുത്തഖീന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകള്, ഫീ ജന്നാത്തിൻ, അവരെന്തിലാണുള്ളത്? സ്വർഗീയ ആരാമങ്ങളിലാണ്, വനഈം, സുഖാനുഗ്രഹങ്ങളിലുമാണ് ഉള്ളത് എന്നാണ്. എന്നിട്ട് 18ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും. ഫാകിഹീന, സ്വർഗവാസികൾക്കുള്ള ഓരോ അനുഗ്രഹങ്ങൾ ഇവിടെ എടുത്തു പറയാണ്. അവർക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണ്? ഫാകിഹീന, അവർ ആനന്ദം കൊള്ളുകയാണ്, അവർ സന്തോഷം കൊള്ളുകയാണ്. എന്തില്? ബിമാ ആതാഹും റബ്ബുഹും, അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ്, അതിൽ ആനന്ദം കൊള്ളുകയാണ്. ആർക്കും അസംതൃപ്തിയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്കും അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ ഒരു അസംതൃപ്തി ഇല്ല, ഒരു അപര്യാപ്തത അനുഭവപ്പെടുകയില്ല, കംപ്ലൈന്റ് ഇല്ല, പോരായ്മയില്ല. അതാണ് ഭൗതിക ലോകത്തെ പോലെയല്ല. ഇവിടെ എന്തൊരു അനുഗ്രഹം ലഭിച്ചാലും നമ്മൾക്ക് അസംതൃപ്തിയാണ്. മറ്റവന് ഇതിനേക്കാൾ കൂടുതൽ ലഭിച്ചത് കാണുമ്പോൾ ഓ, എനിക്ക് ഇത്രയല്ലേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. അത് അസംതൃപ്തിയാണ്, എപ്പോഴും പോരായ്മയാണ്. ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്, തൃപ്തിപ്പെടുന്നത് വളരെ കുറവാണ്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനല്ല. അവർക്ക് എന്താണോ ബിമാ ആതാഹും റബ്ബുഹും, അവർക്ക് എന്താണോ അള്ളാഹ് നൽകിയത് അതിൽ അവര് പൂർണ്ണ സംതൃപ്തിയാണ്, ആനന്ദം കൊള്ളുകയാണ്. സൂറത്ത് ആലി ഇമ്രാനില് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന രക്തസാക്ഷികളെ കുറിച്ച് പറയുന്ന ഒരായത്തുണ്ട്, 170ാമത്തെ ആയത്ത്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. ആ രക്തസാക്ഷികൾ ആരാണ്? ഫരിഹീന, അവർ സന്തോഷവാന്മാരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് നൽകിയ സ്വർഗീയ അനുഭൂതികളിൽ അവര് സന്തോഷവാന്മാരാണ്. അതിന് തൊട്ടടുത്ത ആയത്തിൽ പറയാണ് യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവർ സന്തോഷം കൊള്ളുകയാണ്. യസ്തബ്ശിറൂന വഫളിൻ, അള്ളാഹു അവർക്ക് നൽകിയ ശ്രേഷ്ഠതകളും അനുഗ്രഹങ്ങളിലും സന്തോഷം കൊള്ളുകയാണ്. വഅന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. തീർച്ചയായിട്ടും അജ്റൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും അള്ളാഹു വിശ്വാസികളായ ആളുകളുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്നാണ്. അപ്പം സ്വർഗവാസികൾ പരമാനന്ദത്തിലും സംതൃപ്തിയിലുമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 36ാം അധ്യായം യാസീനിലെ 55ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അത് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന, തീർച്ചയായിട്ടും, അസ്ഹാബൽ ജന്ന, സ്വർഗവാസികൾ, ഫീ ശുഗ്ലിൻ, അവര് ജോലിയിലാണ്. സ്വർഗത്തിൽ വന്ന ഒരു ജോലിയില്ല, ഒരു പ്രവൃത്തിയും ഇല്ല. അങ്ങനെ പൂർണ്ണ ഒഴിവു സമയമാണ് എന്ന് വിചാരിക്കേണ്ട. ജോലി ഉണ്ട് അവർക്ക് അവിടെ. പക്ഷെ ആ ജോലി എന്താണ്? അവരുടെ സുഖാഡംബരങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയാണ്. ക്ഷീണമോ പ്രയാസമോ ഉണ്ടാക്കുന്ന ജോലികളല്ല, അല്ലേ? അങ്ങനെയുള്ള ജോലികളിൽ ഫാക്കിഹൂൻ, അവർ അതിൽ ആനന്ദം കണ്ടുകൊണ്ട്, രസം കണ്ടുകൊണ്ട് അവരവിടെ
വസിക്കുന്നവരാണ് സ്വർഗത്തിൽ. അപ്പൊ നൽകിയ അനുഗ്രഹത്തിൽ ഒട്ടും പരാതിയില്ല, ഒട്ടും വേവലാതിയില്ല, കുറവാണ് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല. കാരണം എന്താണ്, അവർ വിചാരിച്ചതിലും അവർ ചിന്തിച്ചതിലും കൂടുതലാണ് അവർക്ക് ലഭിച്ചത്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സി ഹദീസാണ്. അള്ളാഹ് പറയാണ്, ആയദത്തുൽ ഇബാദി, എന്റെ അടിയാന്മാർക്ക് വേണ്ടി ഞാനിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമയത്ത്, ഒരു കാതും കേൾക്കാത്ത അനുഗ്രഹങ്ങൾ, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന്റെ ഭാവനയ്ക്ക് വിധേയമല്ലാത്ത അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ സൂറത്ത് സജ്ദയിലെ ആയത്ത് ഓതിക്കോളി. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു വ്യക്തിക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അല്ലാഹു എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, അല്ലാഹു രഹസ്യമാക്കി വെച്ചിട്ടുള്ളത്, മിൻ ഖുർറത്തി അയ്ൻ, കൺകുളിർമക്കും സന്തോഷക്കും വകം നൽകുന്ന എന്താണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയില്ല. അത് നമുക്ക് ഭൗതിക ലോകത്തെ ചില വസ്തുക്കളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഭാവനയിൽ അത് കൊണ്ടുവരാൻ അത് വേണം. എന്നാൽ അതല്ല, അത് തീർത്തും വ്യത്യസ്തമാണ്. ഭൗതിക ലോകത്തെ വസ്തുക്കളല്ല അത്, അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ്. പിന്നെ പറയുന്നു, അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം എന്നുള്ളത്, വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം, വവഖാഹും, അള്ളാഹു കാത്തു സംരക്ഷിച്ചു, ഹും അവരെ, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, അദാബൽ ജഹീം, നരകത്തിന്റെ അഗ്നിയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെ? ഭൗതിക ലോകത്ത് വെച്ച് അവർ സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന എന്താണ്? നരകശിക്ഷയിൽ നിന്നും പടച്ചോനെ ഞങ്ങളെ നീ ഒഴിവാക്കണമേ. സൂറത്ത് ഫുർഖാനിലെ 25-ാം അധ്യായം, സൂറത്ത് ഫുർഖാനിലെ 65, 66 വചനങ്ങൾ അള്ളാഹ് അത് പറയുന്നുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. സത്യവിശ്വാസികൾ എന്താണ് എപ്പോഴും ദുആ ചെയ്യുന്നത്? പടച്ചോനെ, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ തിരിച്ചു കളയണമേ, അതിൽ നിന്നും ഞങ്ങളെ നീ അകറ്റണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, അതിൽ പെട്ടുപോയാൽ ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ടൊഴിയാത്ത ശിക്ഷയാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ, ഇടത്താവളമായി താൽക്കാലം താമസിക്കാനോ സ്ഥിരമായ പാർപ്പിടത്തിനോ ഒന്നും പറ്റിയ സ്ഥലമല്ല അത്. അതിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ച് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് നരകശിക്ഷയിൽ നിന്നും ഒഴിവാക്കി സ്വർഗാവകാശികളായി അവരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ എടുത്തു പറയുക. രണ്ട് അനുഗ്രഹമാണ്: നരകശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ അനുഗ്രഹം, മറ്റൊന്നെന്താണ്? ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട്, അതിൽ സന്തോഷമടഞ്ഞുകൊണ്ട്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അവർ എന്നാണ്. പിന്നീട് അവർ അനുഗ്രഹം വീണ്ടും പറയാണ് 19-ാമത്തെ ആയത്തിൽ, കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുന്തും തഅമലൂൻ. കുലു, നിങ്ങൾ തിന്നുകൊള്ളുക, വശ്റബൂ, നിങ്ങൾ കുടിച്ചുകൊള്ളുക, ഹനീഅൻ, എങ്ങനെയാണ് കുടിക്കുന്നത്? മംഗളമായി, ആമോദത്തോടെ, ആനന്ദത്തോടെ, അല്ലെ? അങ്ങനെ കുടിച്ചുകൊള്ളുക. കുലു വശ്റബൂ, നിങ്ങൾ തിന്നുക, കുടിക്കുക. ഹനീഅൻ, അല്ലെ? മലക്കുകൾ സ്വർഗവാസിയോട് പറയാണ്, നിങ്ങൾ സ്വർഗീയ വിഭവങ്ങൾ തിന്നുകൊള്ളുവിൻ, സ്വർഗീയ പാനീയങ്ങൾ കുടിച്ചുകൊള്ളുവിൻ. സ്വർഗീയ ഭക്ഷണങ്ങളെ കുറിച്ച് ഒരു വിവരണം സൂറത്ത് വാഖിയയിൽ കാണാം. വഫാഖിയത്തിൻ മിമ്മാ യതഖയ്യറൂൻ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ പഴവർഗ്ഗങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. ഏതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെ? നിങ്ങൾ ഒരിക്കൽ കഴിച്ചല്ല പിന്നെ കഴിക്കുന്നത്, തീർത്തും വ്യത്യസ്തമാണ്, അല്ലെ? അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ. കുല്ലമാ റുസിഖൂ മിന്നാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ. അതിന്റെ വിഭവങ്ങളിൽ, അതിന്റെ ഫലങ്ങളിൽ, പഴങ്ങളിൽപ്പെട്ട ഒന്ന് അവർക്ക് നൽകുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതല്ല നേരത്തെ ലഭിച്ചത്. എന്നാൽ നേരത്തെ ലഭിച്ചത് ഷേപ്പിന് മാത്രം വ്യത്യാസം, ടേസ്റ്റ് വേറെയാണ്. ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഊതൂ ബിഹി മുതശാബിഹ, അതിന്റെ സെയിം ആയതാണ് അവർക്ക് കൊണ്ടുകൊടുത്തത്, പക്ഷെ രുചി വ്യത്യാസമാണ്. അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ. പിന്നെ പറയുന്നു വാഖിയയിൽ, വലഹമി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസങ്ങളും അവിടെ ലഭിക്കും. എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അവർ ലഭിക്കും. സ്വർഗീയ പാനീയങ്ങളെ കുറിച്ച്, 4 തരം പാനീയങ്ങളെ കുറിച്ച് സൂറത്ത് മുഹമ്മദിലെ
15-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, മസലുൽ ജന്നത്തിൽ ലത്തി വഅദൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾക്ക് ഉള്ള സ്വർഗത്തിന്റെ പ്രതിഫലം എന്താണ്? ഫിഹ അൻഹാറും മിൻ മാഇൻ ഗൈറു ആസിൻ, ഒരു പകർച്ച വരാത്ത, ഒരു നിറവ്യത്യാസമോ ടേസ്റ്റ് വ്യത്യാസപ്പെടാത്ത സ്വച്ഛമായ ശുദ്ധമായ വെള്ളത്തിന്റെ അരുവികൾ. വൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി വ്യത്യാസം വരാത്ത അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് പോലത്തെയുള്ള പാലിന്റെ അരുവികൾ. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബിൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യജനകമായ മദ്യത്തിന്റെ അരുവികൾ. ഭൗതിക ലോകത്തിന്റെ മദ്യത്തിന്റെ യാതൊരു ദോഷവശങ്ങളും ഇല്ലാത്ത ഗുണവശങ്ങൾ മാത്രമുള്ള മദ്യം. വാൻഹാറും മിൻ അസലിൻ മുസഫ, വളരെ ശുദ്ധീകരിച്ച തേനിന്റെ അരുവികൾ. ഇതെല്ലാം അവരുണ്ട്. അങ്ങനെയുള്ള അരുവികളിൽ നിന്ന് പാനീയങ്ങൾ കുടിക്കുന്നു, ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അങ്ങനെ മംഗളമായ ആമോദത്തോടെ ഇതെല്ലാം കുടിക്കാം, എല്ലാം ചെയ്യാം. അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹ് അവിടെ എടുത്തു പറയാൻ. എന്തേ കാരണം? ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കാനുണ്ടായ കാരണം എന്താണ്? നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്തു. ഇഹലോകത്ത് വെച്ച്, ഭൗതിക ലോകത്ത് വെച്ച് സുഹൃതങ്ങൾ ചെയ്ത, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ് നിങ്ങൾ. അപ്പം സ്വർഗം എന്ന് പറഞ്ഞത് എന്താണ്? പ്രവർത്തിച്ച് നേടേണ്ടതാണ്, അധ്വാനിച്ച് ലഭിക്കേണ്ടതാണ്. പ്രവർത്തിച്ചവർക്കാണ്, ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചവർക്കാണ് സ്വർഗം. സൂറത്ത് ഹാഖയിൽ 24-ാം വചനത്തിൽ ഒന്നുകൂടി അല്ലാഹ് പറയുന്നുണ്ട്, കുലൂ വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കുലൂ നിങ്ങൾ തിന്നോളി, വശ്റബു നിങ്ങൾ കുടിച്ചുകൊള്ളുവീൻ, ഹനീഅൻ മംഗളമായിട്ട്, ബിമാ അസ്ലഫ്തും നിങ്ങൾ മുമ്പ് സലഫ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തു, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ ഭൗതിക ലോകത്തിലെ അവസരങ്ങൾ മുതലാക്കിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സുഖം അനുഭവിച്ചു കൊള്ളുക. അപ്പൊ പ്രവർത്തിച്ചവർക്കാണ് സ്വർഗം. പ്രവർത്തിക്കുവാനുള്ള വേദിയാണ് ഭൗതിക ലോകം. അതിനുള്ള അവസരവും ആയുസ്സും അള്ളാഹു ഇവിടെ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ആ ആയുസ് ഉപയോഗപ്പെടുത്തി, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കണം. പിന്നെ ആവാം എന്ന് വെച്ചാൽ അത് നടക്കൂല. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ, ഈ ഉള്ള ആരോഗ്യത്തിൽ, ഈ ഉള്ള പ്രയാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം നേടാൻ വിശ്വാസികൾക്ക് കഴിയണം എന്നുള്ള സന്ദേശമാണ് ഈ ആയത്ത് നൽകിയത്. പ്രവർത്തിച്ചവർക്കേ സ്വർഗമുള്ളൂ. ഈസി വോക്കല്ല സ്വർഗം എന്നുള്ളത്. പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അവരോട് മലക്കുകൾ പറയും, കുലു വശ്റബൂ ഹനീഅം ബിമാ കുന്തും തഅമലൂൻ, കുലു നിങ്ങൾ തിന്നുകൊള്ളുവീൻ, വശ്റബൂ നിങ്ങൾ കുടിച്ചുകൊള്ളുവീൻ, ഹനീഅൻ മംഗളമായിട്ട്, ആമോദത്തോടെ, ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം. ഇനിയും സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്നെ പറയാണ് 20-ാമത്തെ ആയത്തിൽ, മുത്തഖീന അലാ സുറുറിൻ മസ്ഫൂഫ, മുത്തഖീന അവർ ചാരിയിരിക്കുകയാണ്, ആയാസത്തോടു കൂടിയുള്ള ഇരുത്ത. എവിടെയാണ്? അലാ സുറുരിൻ കട്ടിലുകളാണ്. എങ്ങനെയുള്ള കട്ടിലുകളാണ്? മസ്ഫൂഫ, കൃത്യമായി അണിയായി അറേഞ്ച് ചെയ്യപ്പെട്ട കട്ടിലുകളാണ്. അത് പരസ്പര അഭിമുഖമായിട്ടാണുള്ളത്, പരസ്പരം സംസാരിക്കാൻ പറ്റിയ. അത് സൂറത്ത് സാഫാത്ത് 44-ലും സൂറത്ത് ഹിജ്ർ 47-ലും ഒരേ ആയത്ത് ആവർത്തിച്ചു വന്നു. അതെന്താണ്? അലാ സുറുറിൻ മുതഖാബിലിൻ, ഫേസ് ടു ഫേസ് ആയ കട്ടിലുകൾ. വേറെ ഇടങ്ങളിൽ അത് സോഫകൾ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സോഫകളിൽ അവര് സ്വർഗീയ സോഫകളിൽ അവർ പരസ്പരം മുഖാമുഖം ഇരുന്നു കൊണ്ട് സംഭാഷണം നടത്തുകയാണ്, അല്ലെ? ഒരു ടെൻഷനും ഇല്ലാതെ ആശ്വാസത്തോടെ ആ സോഫകളിൽ അല്ലെങ്കിൽ ആ കട്ടിലുകളിൽ ഇരുന്നു കൊണ്ട് അവർ വർത്തമാനം പറയാം. ആ കട്ടിലുകളുടെ നിർമ്മാണം എങ്ങനെയാണ്? സ്വർണത്തിലെ നൂലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളാണ്. 56-ാം അധ്യായം സൂറത്ത് വാഖിയയിലെ 15-16 വചനം, അലാ സുറുറിൻ മൗളൂന മുത്തഖീന അലൈഹാ മുതകാബിരീൻ, അലാ സുറുറിൻ കട്ടിലുകളിൽ, മൗളൂന സ്വർണ്ണ നൂലുകൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകൾ, മുത്തഖീന അലൈഹ അതിൽ അവർ ചാരിയിരുന്നു കൊണ്ട് സുഖം കൊള്ളുകയാണ്, മുത്തഖാബിലീൻ അവര് മുഖാമുഖം ഫേസ് ടു ഫേസ് ആയിക്കൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അവര് നർമ്മ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 56-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും ഫീ ളിലാലിൻ സ്വർഗീയ തണലുകളിലാണ്, മുത്തഖിഊൻ അതിൽ ചാരിയിരിക്കുകയാണ്, ഈ കട്ടിലുകളിൽ ചാരിയിരിക്കുകയാണ്.
മാത്രവുമല്ല അവർക്ക് അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹം പറയുന്നു, വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സ്വർഗവാസികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആരെയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്? ഹൂറിൻ ഐൻ. ഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറഞ്ഞു. എന്താണ് ഹൂറിന്റെ അർത്ഥം? വെളുത്ത തരുണികൾ, വെളുത്ത സുന്ദരികളാണ്. ഈൻ എന്ന് പറഞ്ഞാൽ വിശാല നേത്രമുള്ള സ്വർഗീയ സ്ത്രീകളെ അള്ളാഹു ഇവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സ്വർഗ സ്ത്രീകളെ കുറിച്ച് ഖുറാനിൽ പലയിടങ്ങളിലും പല ഉപമകളും അലങ്കാരങ്ങളും പറയുന്നുണ്ട്, അല്ലെ? സൂറത്ത് റഹ്മാനിലെ അള്ള പറയുന്നുണ്ട് 56-ാം വചനം, ഫീന്ന ഖാസിറാത്തു ത്വർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഫീഹിന്ന സ്വർഗത്തിലുണ്ട്, ഖാസിറാത്തു ത്വർഫി ദൃഷ്ടികൾ നിയന്ത്രിക്കുന്ന ആളുകൾ, സ്ത്രീകൾ. ഖാസിറാത്തു ത്വർഫ് ദൃഷ്ടികൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പരപുരുഷന്മാരിലേക്ക് നോക്കാത്ത, തനിക്ക് വിവാഹം ചെയ്യപ്പെട്ട ഭർത്താക്കന്മാരിൽ മാത്രം ദൃഷ്ടികൾ പരിമിതപ്പെടുത്തുന്ന, അല്ലെ, പരപുരുഷന്മാരെ കാമിക്കാത്ത സ്ത്രീകളാകുന്നു അവർ. അവർക്ക് മുമ്പ് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ജിന്നോ ആ സ്ത്രീകളെ സ്പർശിച്ചിട്ടില്ല. പരപുരുഷ സ്പർശനമേക്കാത്ത സ്ത്രീകളാണ്. അങ്ങനെ പരപുരുഷ സ്പർശനമേൽക്കാത്ത സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് വളരെ വിരളമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? പരപുരുഷ സ്പർശനമേൽക്കാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ലഭിക്കുന്നത് അത് അങ്ങനത്തെ ആളുകളെ കിട്ടാത്തൊരു കാലഘട്ടത്തിലാണ്. പരലോകത്തെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്താണ്? അവര് അങ്ങനെയുള്ള ഒരു സ്പർശനം ഏറ്റിട്ടില്ല. സൂറത്ത് സാഫാത്ത് 37-ാം അധ്യായം സാഫാത്തിലെ 49-ാം വചനത്തിൽ പറയുന്ന സ്വർഗീയ ഹൂറുൽ ഐങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് കഅന്നഹുന്ന ബൈളുൻ മക്നൂൻ, സൂക്ഷിച്ചു വെക്കപ്പെട്ട ഒരു മുട്ട പോലെയാണ് എന്നാണ്. മുട്ടയുടെ ആ വെളുപ്പ്, അല്ലെ, അത് ആ മുട്ട അത് സൂക്ഷിച്ചു വെച്ചാണ്. പുറത്തുള്ള പൊടികളൊന്നും അതില് പിടിപെട്ടിട്ടില്ല. അങ്ങനെയുള്ള മുട്ട പോലെയാണ്. അറബികൾ സ്ത്രീയുടെ മുഖത്തെ ബയല്, മുട്ടയോട് ഉപമിക്കാറുണ്ടായിരുന്നു എന്ന് കവിതകളിൽ കാണാം. പിന്നെ ചിപ്പികളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുകൾ പോലെ എന്ന് സൂറത്ത് വാഖിയ 56-ാം അധ്യായം വാഖിയയിലെ 22-23 കാണാം. വഹൂറൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ല്ലേ, കടലിന്റെ അടിയിലെ ചിപ്പികളിലാണ് മുത്തുകൾ ഉള്ളത്. ആ ചിപ്പിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതിന് തിളക്കം കൂടും. കുറച്ച് കഴിയുമ്പോൾ അന്തരീക്ഷവായുമായി കൂടിച്ചേരുമ്പോൾ തിളക്കം കുറയും. പക്ഷെ അത് തിളക്കം കുറഞ്ഞിട്ടില്ല. ആ ചിപ്പികളിൽ ഒളിപ്പിക്ക് വെക്കപ്പെട്ട ആ മുത്തുകൾ പോലെയുള്ള സ്വർഗീയ സ്ത്രീകൾ, അല്ലെ? ഈ സ്വർഗീയ സ്ത്രീകൾ ആർക്കാണ് ലഭിക്കുന്നത്? ഭൗതിക ലോകത്ത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പോവാത്ത, അതേ വ്യഭിചാരം നടത്താത്ത, അവന്റെ ഭാര്യമാരിൽ മാത്രം അവന്റെ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന അങ്ങനെ ഉള്ള ആളുകൾക്കാണ്. ഇന്നിപ്പോ നമ്മൾ പുറത്തിറങ്ങിയാൽ ഒരുപാട് ഇങ്ങനെ എല്ലാ സ്ത്രീകളെ നമ്മൾ അറിയാതെ കണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലുള്ളത്. അവിടെയെല്ലാം ദൃഷ്ടികൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിയന്ത്രിച്ചവർക്കാണ് സ്വർഗ സ്ത്രീകൾ അള്ളാഹ് നൽകുക എന്നാണ്. അപ്പൊ സ്വർഗവാസികൾക്കുള്ള അനുഗ്രഹങ്ങളാണ് ഈ 3 ആയത്തുകളിൽ അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ റിവിഷൻ ഭാഗത്തിലേക്ക് പോവാം. ഒന്നുകൂടി ഖിറാഅത്ത് നടത്തിയിട്ട് നമുക്ക് കൺക്ലൂഷനിലെത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم. كلوا واشربوا هنيئا بما كنتم تعملون. متكئين على سرر مصفوفة وزوجناهم بحور عين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم. എന്താ ഫാക്കിഹിന്റെ അർത്ഥം പറഞ്ഞത്? ഫക്കിയന്റെ ഫായിലാണ് ഫാക്കി. എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞു? എന്ത്? ആനന്ദം കൊള്ളുന്നവൻ, സന്തോഷം കൊള്ളുന്നവൻ. എന്തില്? ബിമാ, ബി കൊണ്ട്, മാ ഒന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ എന്നാണ്. ആത്താ നൽകി, ഹും അവർക്ക്. ആര് നൽകി? റബ്ബുഹും അവരുടെ രക്ഷിതാവ് നൽകിയ ഒന്നിൽ അവരെന്താണ്? ആനന്ദം കണ്ടെത്തുന്നവരാണ്.
അതിമോഹമില്ല, അത്യാഗ്രഹമില്ല. വഖാഹും അവരെ കാത്തു രക്ഷിച്ചു, റബ്ബുഹും അവരുടെ രക്ഷ. വിഖായത്ത് എന്നാണ് കേട്ടോ, എന്താർത്ഥം? കാത്തു സംരക്ഷിച്ചു. റബ്ബുഹും അവരുടെ രക്ഷിതാവ് അദാബൽ ജഹീം, നരക ശിക്ഷ. അദാബ് ആണ് എന്താ? ശിക്ഷ. ജഹീം നരകം. അപ്പൊ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരുടെ കാത്തു രക്ഷിച്ചു. അവരുടെ മലക്കുകൾ പറയാണ് 19-ാമത്തെ ആയത്തിൽ പറയുന്നത്, കുലു, നിങ്ങൾ തിന്നുകൊള്ളുക സ്വർഗീയ വിഭവങ്ങൾ, വഷ്റബു, നിങ്ങൾ കുടിച്ചുകൊള്ളുക സ്വർഗീയ പാനീയങ്ങൾ, ഹനീഅൻ, ആമോദത്തോടെ അല്ലെങ്കിൽ മംഗളമായിക്കൊണ്ട്. എന്തേ അതിന് കാരണം? ബിമാ കുന്തും, നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട്, താമലൂൻ, ഭൗതിക ലോകത്ത് സുഹൃതങ്ങൾ ചെയ്തതുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ സുഖങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക. മുത്തഖീന, അവർ ചാരിയിരിക്കുകയാണ്, അല സുറുരിൻ, കട്ടിലുകളിൽ, മസ്ഫൂഫ, അണിയണിയായി വെക്കപ്പെട്ട. വസവ്വജ്നാഹും, അവർക്ക് നാം വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്ത്? ബിഹൂരിൻ, വെളുത്ത സുന്ദരികളായ സ്ത്രീകളെ, ഐനിൻ, വിശാല നേത്രങ്ങളുള്ള, അഥവാ കണ്ണിന്റെ കറുപ്പ് കൂടുതൽ കറുപ്പുള്ളത്, കണ്ണിന്റെ വെളുപ്പ് കൂടുതൽ വെളുപ്പുള്ള, വിശാല നേത്രമുള്ള സൗന്ദര്യവതികളായ സ്ത്രീകളെ അവർക്ക് നാം വിവാഹം ചെയ്തു കൊടുക്കും. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമുണ്ട്. സ്ത്രീകൾക്ക്, പുരുഷന്മാരുടെ കിട്ടുന്ന സ്ത്രീകളെ കുറിച്ച് ഇവിടെ കൂടുതൽ വർണ്ണിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പുരുഷന്മാരെ കുറിച്ച് ഒരു പുരുഷൻ തന്നെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരുണ്ടാവുമോ, ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടാവുമോ എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അതിന് മറുപടി എന്താന്ന് വെച്ചാൽ, സ്ത്രീ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൽ സംതൃപ്തി കണ്ടെത്തുന്നവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളായ സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു സ്ത്രീയിൽ നിന്ന് ഒന്നിലധികം ഭർത്താക്കന്മാരെ ആവശ്യപ്പെടുന്ന ഒരാവശ്യം വരാൻ സാധ്യതയില്ല എന്ന് സ്ത്രീ പ്രകൃതം അറിയുന്ന അള്ളാഹു. അതുകൊണ്ടാണ് അവരെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇനി അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട്, വലക്കും ഫിഹാ മാ തശ്തഹി അൻഫുസകും വലക്കും ഫിഹാ മാ തദ്ദഊൻ, വലക്കും, നിങ്ങൾക്കുണ്ട്, ഫിഹാ, സ്വർഗത്തിൽ, മാ തശ്തഹി അൻഫുസകും, നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ട്, വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യമുണ്ടായാൽ അതിന്റെ പൂർത്തീകരണം അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ 3 ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയ സംഗ്രഹം, നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ആശയം, ഒന്ന്, സ്വർഗം കർമ്മം ചെയ്തവർക്കുള്ളതാണ്. സ്വർഗം ഈസി വോക്കല്ല. ഖുർആൻ ചോദിക്കുന്നുണ്ട് സൂറത്ത് ബഖറയിൽ 214-ാം വചനത്തിൽ, അമ്മസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞതുപോലെയുള്ള യാതൊരു ത്യാഗങ്ങളും സഹിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വർഗം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യണം. അതെങ്ങനെ അമലുകൾ? ഫർളുകൾക്ക് പുറമെ ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യണം. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർള് നോമ്പുകൾക്ക് പുറമെ സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ അനുഷ്ഠിക്കണം. അല്ലേ? തഹജ്ജുദ്, ളുഹ തുടങ്ങിയ എല്ലാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കണം സ്വർഗത്തിന് വേണ്ടി എന്നാണ് ഈ ആയത്ത് നമ്മൾ പറയുന്നത്. 2, സ്വർഗവാസികൾ എന്താണ്? ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തരാണ്. അല്ലേ? ഭൗതിക ലോകത്ത് ആ സംതൃപ്തി ഇല്ല, ഉള്ളതിലെ സംതൃപ്തി. എത്ര കിട്ടിയാലും, കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എന്നൊരു മലയാള കവി പറഞ്ഞു. അതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്നാൽ സ്വർഗം അങ്ങനല്ല, കിട്ടിയതിൽ സംതൃപ്തമാണ്, സംതൃപ്തരാണ്, അതിമോഹമില്ല, അത്യാഗ്രഹമില്ല. ഫാഖിഹീന ബിമാ ആതാഹും റബ്ബുഹും, റബ്ബ് അവർക്ക് നൽകിയത് സംതൃപ്തരാണ്. അപ്പൊ ഭൗതിക ലോകത്ത് ഖനാഅത്ത്, അങ്ങനെ ജീവിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഉള്ളത് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം. ഓരോ വിശ്വാസിയുടെയും ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അതാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, സ്വോദ്ദേശപരമായ പ്രവർത്തനങ്ങളാണ് വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് റബ്ബ് തആല നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ റബ്ബ് തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് തആല ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين وانتصر لهم من اليهود المحتلين الغاصبين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.